മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾക്ക് യാതൊരു അന്ത്യവുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിച്ച് ഇവിടെ ചിലർ നടത്തിയ മഹാകൊള്ളയുടെ അക്കൗണ്ട് പുസ്തകം വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. 2600 കോടിയിലധികം രൂപ. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഇതാ ചരിത്രം കാണാത്ത ഒരു മെഗാ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിവരാവകാശ രേഖകളിലൂടെ ഇപ്പോൾ അനാവൃതമായിരിക്കുന്നത്. ഒരു പെൻഷൻ കമ്പനിക്ക് 2000 കോടിയുടെ രഹസ്യ വായ്പ നൽകി. ഈ കോടികളൊക്കെ മുടിച്ചതാരായിരിക്കും? സ്വന്തം ദൂർത്തും അഴിമതിയും കാരണം ഭരണച്ചെലവ് നഷ്ടം മാത്രം. 45 കോടിയായപ്പോൾ അത് നികത്താനായി RTO ഓഫീസുകളിൽ പാവപ്പെട്ട ഡ്രൈവർമാരെ പിഴിഞ്ഞ് നിർബന്ധിത പിരിവ് നടത്താൻ ഈ ഭരണകൂടത്തിന് ആരാണ് അധികാരം നൽകിയത്? ഇരുട്ടി വെളുക്കുമ്പോഴേക്കും തൊഴിലാളി വർഗ സിന്ദാബാദ് വിളിക്കുന്നവർ, ക്യാപ്റ്റന്റെ വിടുപ്പലക്കാൻ നടക്കുന്നവർ ഇതിനൊന്നും മറുപടി പറഞ്ഞേ തീരൂ. കേരളത്തിലെ സാധാരണക്കാരായി ഡ്രൈവർമാരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് കമ്മീഷൻ അടിച്ചു മാറ്റാൻ ഇവിടെ നടന്ന അന്തർനാടകങ്ങൾ കേട്ടാൽ ബോധം കിട്ടുപോകും. ധൂർത്തന്മാർക്കെതിരെ ഒടുവിൽ ഇതാ വിജിലൻസ് അന്വേഷണവും വരുന്നു. മുഖ്യമന്ത്രി VD സതീശനും വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഔദ്യോഗിക പരാതികൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. നിഗൂഢതകളുടെ ഒരു വലിയ പുകമറയാണ് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ചുറ്റുമുള്ളത്. സാധാരണക്കാരനായ ഒരു ഡ്രൈവർ രോഗക്കിടക്കയിലാകുമ്പോഴോ, മകളുടെ വിവാഹം നടത്തുമ്പോഴോ, മക്കൾക്ക് പഠിക്കാൻ ഒരു സ്കോളർഷിപ്പ് ചോദിക്കുമ്പോഴോ ഫണ്ടില്ല ഖജനാവ് ശൂന്യാണേ എന്ന് പറഞ്ഞ് കൈ മലർത്തുന്ന ഇതേ ബോർഡിന്റെ അക്കൗണ്ടിൽ നിലവിൽ എത്ര രൂപയുണ്ട് എന്നറിയാമോ? കണക്കുകൾ പ്രകാരം 2025 മാർച്ച് 31 ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് കൃത്യം 2684.99 കോടി രൂപ. അതെ, 2684 കോടിയിലധികം രൂപയുടെ വൻ നിക്ഷേപം. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഉള്ളത്. ഈ വൻ തുകയിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2024-25 ആകെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളായി വിതരണം ചെയ്തത് എത്ര രൂപയാണെന്നറിയാമോ? വെറും 82.56 കോടി രൂപ. അത്ര മാത്രം. അതായത് ആകെ തുകയുടെ വെറും 3% മാത്രം. ബാക്കി 97% വരുന്ന കോടികളൊക്കെ എവിടെ പോയി? ആരാ കൊണ്ടുപോയത്? എന്തിനാ ഇത് പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? ഇത്രയും വലിയൊരു തുക ബാങ്കിലിട്ട് പൂജിക്കാൻ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ആരാണ് അധികാരം നൽകിയത്? നിങ്ങളുടെ വീട്ടിലെ കാശൊന്നുമല്ലല്ലോ, നമ്മുടെ നികുതി പണമാണ്. ആ മോട്ടോർ തൊഴിലാളികൾക്ക് അർഹമായതാണ്. അതിൽ നമ്മുടെ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും കള്ളത്തരങ്ങൾക്കും ഇരട്ടത്താപ്പുകൾക്കും യാതൊരു അന്ത്യവുമില്ല. ഇതിപ്പോൾ ഇഷ്ടംപോലെയായി പുറത്തു വരുന്നു. അടുത്തതൊന്നുകൂടി നിങ്ങൾ ഞെട്ടിയേ തീരൂ. തൊഴിലാളി വർഗ സർക്കാരാണ്, പാവങ്ങളുടെ കാവലാളാണ്, ആരും പട്ടിണി കിടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കോടികൾ മുക്കി വലിയ പരസ്യങ്ങളൊക്കെ നൽകുന്നതിൽ ഇവരെ കഴിഞ്ഞേ ലോകത്ത് വേറെ ആരുള്ളൂ. ഒന്നും ചെയ്തില്ലെങ്കിലും പരസ്യങ്ങൾക്ക് കുറവൊന്നുമില്ല. പാവപ്പെട്ട ഓട്ടോക്കാരനും ടാക്സിക്കാരനും വെയിലത്തും മഴയത്തും കിടന്ന് വണ്ടി ഓടിച്ച് പോലീസിന്റെ പിഴയും വാങ്ങി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ക്ഷേമനിധിയിലേക്ക് പിടിച്ചെടുക്കുമ്പോൾ അന്ന് നൽകിയ വാഗ്ദാനം ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം ബോർഡാണ്. ഇപ്പൊ നോക്കൂ, ഭാവി സുരക്ഷിതമായി. പക്ഷെ തൊഴിലാളികളുടേതല്ല. പകരം മുൻ സർക്കാരിൻ്റെയും അവരുടെ കീഴിലുള്ള ചില പ്രത്യേക കമ്പനികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ വ്യക്തമായ തൊഴിലാളി വഞ്ചനയാണ് ഈ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫണ്ടിൽ 2685 കോടിയോളം രൂപ കെട്ടിക്കിടക്കുമ്പോഴും തൊഴിലാളികളുടെ അസുഖം, വിവാഹം, കുട്ടികളുടെ പഠനം, സ്കോളർഷിപ്പ്, മരണാനന്തര സഹായം എന്നിവയ്ക്ക് വേണ്ടി 2023-24 വർഷത്തിൽ ഇവർ ചിലവഴിച്ചത് വെറും 13.3 കോടി രൂപ മാത്രമാണ്. അതായത് ആനയുടെ വായിൽ ജീരകം ഇട്ടതുപോലെ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ വേണ്ട ആന വാഴയിൽ അമ്പഴങ്ങ എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം തൊഴിലാളികൾ ചികിത്സയ്ക്ക് കാശില്ലാതെ നരകിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകാൻ പണമില്ലെന്ന് പറയുന്ന ഇതാണോ പിണറായി പ്രസംഗിച്ച തൊഴിലാളി സംരക്ഷണം? കഷ്ടം തന്നെ, കഷ്ടം കഷ്ടം കഷ്ടം. എത്ര മനോഹരമായ വഞ്ചനയാണല്ലേ, എത്ര മനോഹരമായിട്ടാണ് വഞ്ചിക്കുന്നതല്ലേ. ഇനി നമുക്ക് ആ സാമ്പത്തിക സസ്പെൻസ് കഥയിലെ ഏറ്റവും വില്ലൻ വശത്തേക്ക് കടക്കാം. സ്വന്തം തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട പണം അത് നൽകാതെ ഈ ബോർഡ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റ് പല സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപയാണ് രഹസ്യമായി വായ്പ നൽകി മുടിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കൊള്ള ഇതാണ്: കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് മാത്രം ഈ മോട്ടോർ തൊഴിലാളി ബോർഡിൽ നിന്നും വക മാറ്റി നൽകിയത് എത്രയാണെന്നറിയാമോ? കേട്ടിട്ട് ഞെട്ടരുത്. കൃത്യം 2000 കോടി രൂപ. കഴിഞ്ഞ 2 വർഷമായി ഈ ഭീമമായ തുക വായ്പയായി അവിടെ തുടരുകയാണ്. അതിൻ്റെ പലിശ എത്രയാണെന്നറിയോ? എന്ത് നിബന്ധനകളുടെ പുറത്താണ് ഈ പണം നൽകിയത് എന്നറിയോ? ഈ പണം എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടുമോ? ഇതിനൊന്നും ഒരു മറുപടിയും ഇല്ല കേട്ടോ. ഈ ചോദ്യം ചോദിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം അതീവ രഹസ്യമാണ്. പാവപ്പെട്ട ഡ്രൈവർമാർ വിചാരിക്കുന്നത് തങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് ഈ പണമൊക്കെ ബോർഡിൽ പോയി സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. അതും വിശ്വസിച്ചാണ് അവർ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. എന്നാൽ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് മറ്റൊരു വലിയ ചതിയാണ്.
ഇതിനൊക്കെ പുറമെ കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന് 140 കോടി രൂപയും വായ്പ നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ അനുവാദമില്ലാതെ അവരുടെ ചോര നീരാക്കിയ പണമെടുത്ത് മറ്റ് സ്ഥാപനങ്ങൾക്ക് വായ്പ കൊടുക്കാൻ ഈ ബോർഡിന് ആരാ ലൈസൻസ് കൊടുത്തത്? ആ ബോർഡിന്റെ തലപ്പത്തുള്ളവന്റെ വീട്ടിലെ സ്വത്താണോ ആ പണം? ആരുടെ അനുമതിയോടെയാണ് ഈ പണമൊക്കെ വകമാറ്റിയത്? ഈ വകമാറ്റലുകൾക്ക് പിന്നിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും വൻ തോതിലുള്ള അഴിമതിയും നടന്നിട്ടുണ്ടെന്നത് പകലുപോലെ വ്യക്തമാണ്. എന്തായാലും ഇതോടെയും തീരുന്നില്ല ഈ സാമ്പത്തിക കൊള്ളയുടെ കണക്കുകൾ. മറുഭാഗത്ത് ബോർഡിന്റെ ആർഭാടവും ദൂർത്തും കാരണം ഭരണച്ചെലവിൽ ഉണ്ടാകുന്ന നഷ്ടം വർഷം തോറും വൻതോതിലാണ് കൂടുന്നത്. 2023-24 വർഷത്തിൽ 32.02 കോടി രൂപയായിരുന്നു ഭരണനഷ്ടം. വെറും ഒരു വർഷം കൊണ്ട് 13 കോടി രൂപ കൂടി വർദ്ധിച്ച് 2024-25 ആയപ്പോഴേക്കും 45.01 കോടി രൂപയായി കുതിച്ചുയർന്നു. ഒരു വർഷത്തെ ആകെ ഭരണ ചെലവ് 47.66 കോടി രൂപ. ഇതിന്റെ ഉള്ളുകളികൾ പരിശോധിച്ചാൽ അഴിമതിയുടെ നാറ്റം മൂക്കിലടിക്കും. ഓഫീസ് വാടകയായി മാത്രം എഴുതി വച്ചിരിക്കുന്നത് 1.19 കോടി രൂപ. എന്തൊരു ആഡംബര ഓഫീസുകളാണല്ലേ ഇവർക്ക്. പിന്നെ വക്കീൽ ഫീസ്, നിയമച്ചെലവൊക്കെയായി കാണിച്ചിരിക്കുന്നത് 3.54 കോടി രൂപ. എന്താണ് ഇത്രയും മാത്രം കേസ്? തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പണം നൽകാതിരിക്കാൻ വേണ്ടി കോടതികളിൽ കേസ് നടത്താനാണോ ഈ കോടികളൊക്കെ പൊടിക്കുന്നത്? കൊള്ളാം. എന്തായാലും പദ്ധതി ബോധവൽക്കരണത്തിനായി മാത്രം ചെലവാക്കിയത് 13.67 ലക്ഷം കോടി രൂപ. ഇതിനൊക്കെ പുറമെ മുൻ വർഷങ്ങളിലെ നികുതി കുടിശ്ശിക എന്ന പേരിൽ 28.83 കോടി രൂപയുടെ പുതിയൊരു ബാധ്യത അക്കൗണ്ടിൽ ഇങ്ങനെ പെട്ടെന്ന് ഓരോ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ കണക്കുകളൊക്കെ. എല്ലാം കൂടി കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ 46 കോടിയിലധികം രൂപയുടെ അസ്വാഭാവിക ബാധ്യതയാണ് ഇപ്പോൾ കണക്കുകളിലുള്ളത്. പാവപ്പെട്ടവന്റെ പണമെടുത്ത് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ചേർന്ന് ആർഭാടമായി തിന്നു തീർക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത്. എവിടെയും ഒരു സുതാര്യതയില്ല, എല്ലാം ചതികൾ മാത്രം. ഇനി കഥയിലെ ഏറ്റവും ക്രൂരമായ ഭാഗം കൂടി പറയാം. ഭരണച്ചെലവിലുണ്ടായി ഈ 45 കോടിയുടെ വൻ നഷ്ടം നികത്താൻ ഇവരെന്താ ചെയ്യുന്നേ അറിയോ? ഈ മോട്ടോർ തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറുകയാണ്. ക്ഷേമനിധി പണം അടച്ചിട്ടില്ലെങ്കിൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ്സോ ടാക്സോ ഒക്കെ അനുവദിക്കില്ലെന്നും പറഞ്ഞ് RTO ഓഫീസുകൾ വഴി തൊഴിലാളികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. നിർബന്ധിത പിരിവ് നടത്തുന്നു. ലോൺ എടുത്തും പലിശക്കെടുത്തും വണ്ടി ഓടിക്കുന്ന പാവപ്പെട്ട ഡ്രൈവർമാരെയാണ് ഇവർ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് ഈ സംവിധാനത്തിന്റെ ഇരട്ടത്താപ്പ് കൂടി നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത്. ഗതാഗത വകുപ്പിന്റെ വ്യക്തമായ ഒരു ഉത്തരവുണ്ട്. ഉത്തരവ് നമ്പർ C3524/2025 TC, തീയതി 8/5/2025. ഈ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെൽഫെയർ ഫണ്ട് അടച്ചില്ലെന്ന കാരണത്താൽ വാഹനങ്ങളുടെ ഫിറ്റ്നസോ ടാക്സോ നിഷേധിക്കാൻ പാടില്ല എന്ന്. സ്വന്തം ഗതാഗത വകുപ്പ് ഇറക്കിയ ഔദ്യോഗിക ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് RTO ഓഫീസുകളിൽ ഇന്നും ഈ ഗുണ്ടാ പിരിവ് പോലെ ഈ നിർബന്ധിത പിരിവ് തുടരുന്നത്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുന്ന കാഴ്ച. തൊഴിലാളികൾ കഷ്ടപ്പെട്ടടയ്ക്കുന്ന പണം അവർക്കൊന്നും നൽകാതെ വായ്പകളായും ഓഫീസ് നഷ്ടങ്ങളായും ധൂർത്തടിക്കുന്നത് കടുത്ത അനീതി തന്നെയാണ്. ഈ കടുത്ത തൊഴിലാളി വഞ്ചനയ്ക്കും കോടികളുടെ അഴിമതിക്കുമെതിരെ ഇപ്പോൾ കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റും മറ്റ് ഭാരവാഹികളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ തട്ടിപ്പുകളെക്കുറിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ക്രിമിനൽ കേസെടുത്ത് കുറ്റം ചുമത്തണമെന്നും ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെയും ഇതിനു പിന്നിൽ കളിച്ച ഭരണാധികാരികളെയും ജയിലിലടയ്ക്കണമെന്നുമൊക്കെയാണ് ഇവരുടെ ആവശ്യം. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? എന്തായാലും നിലവിലെ മുഖ്യമന്ത്രിയായ VD സതീശനും വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഔദ്യോഗികമായി പരാതി ഇവർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കള്ളങ്ങളെല്ലാം പുറത്തു വരട്ടെ. ഈ കള്ളങ്ങൾക്ക് കൂട്ടുനിന്നവരെല്ലാം ജയിലിലടയ്ക്കട്ടെ. അതുതന്നെയാണ് വേണ്ടത്. നമ്മളെ വഞ്ചിച്ചും പറ്റിച്ചും ഇവർ ഈ 10 കൊല്ലം ഇവിടെ ഭരിച്ചതിൻ്റെ ഗുണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതിൻ്റെ ഒരു അംശം മാത്രം, മഞ്ഞുമലയുടെ ഒരറ്റം എന്നൊക്കെ പറയുന്നത് പോലെ. എന്തു തന്നെയായാലും ഈ 2600 കോടി രൂപയുടെ ഈ മഹാനിധി അതെവിടെ പോയെന്നതിന് കൃത്യമായി ഒരു മറുപടി ലഭിച്ചേ തീരൂ. ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഇതുപോലെ കോടികൾ ചോർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ചോദിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെയുള്ളൂ. എന്തായാലും ഈ അഴിമതിയെക്കുറിച്ച്, ഈ കൊള്ളയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.